മനുഷ്യന്മാരെ ഞാൻ മജീദാണ്. ഭയങ്കര വെയിലത്തോടെ പണിയെടുക്കണ്. പക്ഷേ അത് പറയാനല്ല ഇന്ന് വീഡിയോസിൽ വന്നിക്കണത്. ഞാൻ ഇവിടെ പണിയെടുക്കണ അവിടെ എന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം മുന്നേ ഇറക്കിയ മണലാണ്. അപ്പോൾ അതിൽ വെച്ചാൽ നായ്ക്കാടും പൂച്ചക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ മണലിട്ടാണ്ട് സിമെൻറ്റ് ഇട്ട് മിക്സാക്കിയാണ്ട് വെള്ളം പറന്നാണ്ട് പടുത്തപ്പോൾ ഒരാളിഞ്ഞോട് പറഞ്ഞു അത് നായ്ക്കാട്ടാകാരം, അത് തൊടാൻ പാടില്ല, തൊട്ടാൽ അത് അറാമാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കേൾക്കാനാണ് ഇന്ന് എൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 കൊല്ലം മുന്നത്തെ മണൽ. ഇതിൽ ചിലപ്പോൾ നായ്ക്കാടോ പൂച്ചക്കാട്ടോ ഒക്കെ ഇതിൽ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാൾക്ക് കൂലിപ്പണി എടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് വയ്ക്കണ മാതിരി നമ്മൾ ഓർക്ക് പണി എടുത്ത് കൊടുക്കുക. കാരണം ആരെയും കയ്യിൽ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആരെയും കയ്യിൽ പൈസ ഉണ്ടായിട്ടാവില്ല ഇങ്ങനെ പണി ഇടിപ്പിക്കുന്നത്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ വെച്ചാൽ ബാത്റൂം വേണം, അതേമാതിരി വീടിന് വീട് വേണം. അപ്പോൾ ഫുള്ള് വെച്ചാൽ സർക്കാർ പിന്നെ തരുമൊന്നുമില്ലല്ലോ. സർക്കാർ പറഞ്ഞാൽ പറ്റ പാവപ്പെട്ടവർക്കുള്ളൂ സർക്കാർ പിന്നെ ബാത്റൂമും പിന്നെ ബാത്റൂം ഉണ്ടാക്കാനും പൈസ കൊടുക്കുക, അതേമാതിരി വീടുണ്ടാക്കാനും പൈസ കൊടുക്കുക. ഇതിൽ ഇടത്തരായ ആൾക്കാർ, കൈ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഓലിക്ക് പറഞ്ഞാൽ ഓല റിസ്കിൽ എവിടെയെങ്കിലും തിരുമാറി ചെയ്തുകൊണ്ട് ഇതേമാതിരി പണി ഇടിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മളതിൽ പഴയ മണലിൽ നായ്ക്കാടുണ്ടോ പൂച്ചക്കാടുണ്ടോ അതൊന്നും നമ്മൾ അവിടെ നോക്കാൻ പറ്റൂല. കഴിയുന്നതും ഇല്ല, കാണുന്നതൊക്കെ പൊറുക്കിടുക, പിന്നെ ആ മണലുകൊണ്ട് നമ്മൾ പണിയെടുക്കുക. അപ്പോൾ മനുഷ്യന്മാരെ പണി അറിയാണ്ട് വീട്ടിലെത്തിക്കണേ. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത ടൈം പറഞ്ഞാൽ 11 മണിക്ക് കഞ്ഞിക്ക് കയറിയിരുന്നു. ആ കഞ്ഞിക്ക് കയറിയ ടൈമിലാണ് വീഡിയോ എടുത്തിക്കണത്. എന്നുവെച്ചാൽ കഞ്ഞിക്ക് കയറുമ്പോൾ ഒരു 25 മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും കഞ്ഞി കുടിക്കാൻ. അപ്പോൾ അത്ര ടൈം വരുമല്ലോ. അപ്പോൾ അതിൽ ആ ഒറ്റ മിനിറ്റാണ് ഞാൻ അവിടെ വീഡിയോസ് എടുത്തിക്കണത്. കാരണം ചിലപ്പോൾ ആ പെരക്കാരൻ്റെ വീഡിയോസ് കാണുകയെന്ന് വെച്ചാൽ ഈ മജീദാക്ക് എന്താ പണിസ്ഥലത്ത് വന്ന് വീഡിയോസ് എടുക്കലാണോ പണി എന്നുള്ള ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. എന്നാലും ഞാൻ കരുതുക അത് നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ ആ ടൈമിൽ എൻ്റെ തലയിൽ വെച്ചാൽ തലീക്കെട്ടില്ല, കാരണം അവിടെ മൊട്ടം വെയിലാണ്. അപ്പോൾ ആ വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ഞാൻ 2-3 കല്ല് അവിടെ ഞാൻ വെച്ചത്. ആ വീഡിയോസ് എടുത്തത് എൻ്റെ ഒപ്പമല്ല ഹെൽപ്പറാണ്. പറയാനുള്ളത്, ഈ ഉണങ്ങിയ നായ്ക്കാട്ടം കൈമ ആയി കഴിഞ്ഞാൽ 7 വട്ടം കുളിക്കണം. അതിൽ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കുളിക്കണം എന്ന് തെറ്റ് ധരിക്കണ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്. ഇപ്പോൾ ഞാൻ പണിയെടുക്കണ അവിടുന്ന് അയാളിഞ്ഞോട് പറഞ്ഞത് മാത്രമല്ല, ഇതിൻ്റെ മുന്നിൽ തന്നെ ചില ആൾക്കാർ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ അറിയുന്ന ഉസ്താദന്മാരോട്, മൂല്യന്മാരോട് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ഉസ്താദന്മാർ പറഞ്ഞത് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞത്, മജീദാക്ക അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നായിനെ തൊടാം, അതിനൊരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞാൽ 7 വട്ടം കുളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നായിൻ്റെ ഈ മൂക്കുണ്ടല്ലോ, ഈ മൂക്കിൻ്റെ അവിടെ ഒരു സൈസ് അണുക്കളുണ്ടാവും. എന്നുവെച്ചാൽ അവിടെ ഒരു സൈസ് ഒരു വെള്ളാക്കാരം, അതിൽ അണുക്കളുണ്ടാവും. അതേമാതിരി നായ്ക്കളെ നാവുണ്ടല്ലോ, ഈ നാവൊന്നും ഇങ്ങനെ വെള്ളം ഒറ്റുമല്ലോ ചില നായ്ക്കളെ ഇത്. അപ്പോൾ ആ വെള്ളം ആയിക്കഴിഞ്ഞാൽ ആ ആകണ ഭാഗം എന്നുവെച്ചാൽ 7 വട്ടം കുളിച്ചുകൊണ്ട് അതിൽ 1 വട്ടം നല്ല മണ്ണ്, ആ മണ്ണൊക്കെ കലക്കിയ വെള്ളം കൊണ്ട് കുളിച്ച് കഴിഞ്ഞാലാണ് എന്നുവെച്ചാൽ ആ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുക. അല്ലാതെ നായിനെ തൊട്ട് എഴുതിയാണ്ട് തൊട്ടിന് ഒരു കുഴപ്പമില്ല, ആറാമില്ല. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഏതൊരു നായ്ക്കൾ എന്നുവെച്ചാൽ ഒരു ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് ചില നായ്ക്കളെ കൗത്തിൽ കുടം കുടുങ്ങിയാണ്ട് അങ്ങനെയായിട്ട് തിന്നാനും ഒന്നും കിട്ടാതെ അങ്ങനെ നടക്കണ ഇതൊക്കെ ചില വീഡിയോസിൽ കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നായിനെ തൊടാൻ പറ്റൂല, ആറാമെന്ന് അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മളെ കണ്ണിൽ കണ്ടിട്ട് നമ്മൾ അതിമക്ക് മെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചോലും എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. കാരണം ആ ഒറ്റൊരു കാര്യം മതി നിങ്ങളെടുത്ത് എല്ലാ നന്മയും പഠിച്ചോന് സ്വീകരിക്കാതെ നിൽക്കും. ഇത് തമാസറയല്ല. പിന്നെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് വെച്ചാൽ ചില മൂല്യന്മാർ ഇങ്ങോട്ട് പറഞ്ഞത്. വെച്ചാൽ നായിനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നായിനെ തൊടാം. അതേമാതിരി എൻ്റെ മൂക്കുമേൻ്റെ നാവിൻ്റെയും അവിടെയൊക്കെ നമ്മൾ തൊട്ട് അത് നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ 7 പ്രാവശ്യം നമ്മൾ കുളിക്കണം. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ നല്ല മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കുളിച്ചാലുള്ളൂ ആ അണുക്കൾ പോവുക. അല്ലാതെ നായിനെ തൊട്ട് ചെയ്താണ്ട് വലിയൊരു കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാകും, എന്താ ഇപ്പോൾ നായിൻ്റെ വേറെ ഭാഗത്ത് തൊട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ സാധാ എന്തിനാണ് ഇങ്ങനെ കുളിക്കണമെന്ന് ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും.
ധാരണ. കാരണം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നായിൻ്റെ മൂക്ക്, നാവ്, അവിടെ ആ വെള്ളം നമ്മളെ മേത്തായാൽ അവിടെ നമ്മൾ 7 വട്ടം പിന്നെ കുളിക്കണം. അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കുളിക്കണം. ഇനി നായിൻ്റെ വേറെ എവിടെയെങ്കിലും ഭാഗത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഒരു 2-3 പ്രാവശ്യം സാധാ കുളി നമ്മൾ കുളിച്ചാൽ മതി. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് ധാരണ ഉണ്ടാകും, എന്താ ഇപ്പോൾ ഈ വേറെ സ്ഥലത്ത് രോമത്തിൻ്റെ വേറെ എവിടെയെങ്കിലും ഒരു നായിൻ്റെ രോമത്തുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ എന്തിനാണ് മൂന്ന് പ്രാവശ്യമൊക്കെ പിന്നെ കുളിക്കുന്ന ചിന്തയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയാണ് നമ്മളെവിടെയെങ്കിലും പിന്നെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ കർമ്മമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് മടങ്ങിപ്പോരും. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ നമ്മൾ കുളിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ കയറുക. കാരണം എന്താണ്, മരണ വീട്ടിലുണ്ടാകും ഈ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും അണുക്കളുണ്ടാവും, അണുബാധ ഉണ്ടാവും. അപ്പോൾ ആ അണുബാധ നമ്മൾ കാണൂല എന്ന് ചിന്തയുള്ള ആൾക്കാരുണ്ടാവും. ഓര് കേൾക്കാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ കൊറോണ എന്ന് ഇപ്പോൾ പറഞ്ഞൊരു സംഭവം വന്നില്ലേ, കൊറോണയിൽ അണുക്കളുണ്ട്. ആ അണുക്കൾ നമ്മൾ കാണൂലല്ലോ, അത് കാണും എങ്ങനെ? ഡോക്ടർമാരുടെ കയ്യിലൊരു മെഷീൻ ഉണ്ടാവും, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊറോണ അണുക്കൾ കാണും. അല്ലാതെ നമ്മളാരും കാണില്ല അല്ലല്ലോ. നമ്മൾ 2 കൊല്ലം ഈ കൊറോണ ഇറങ്ങാണ്ട് നമ്മളെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങാതെ നിന്നില്ലേ. അതേമാതിരിയാണ് ഈ പിന്നെ നായികക്കായാലും വേറെ ഏതെങ്കിലും മൃഗത്തിനായാലും അണുബാധ ഉണ്ടാവും. അണുബാധ അത് നമ്മളെ മേത്തേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് നായ്ക്കളെ തൊട്ട് കഴിഞ്ഞാൽ സാധാ തൊട്ട് കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം സാധാ കുളിക്കുക. അതല്ല അതിൻ്റെ മൂക്കിൻ്റെയും നാവിൻ്റെയും അവിടെ ആ ദശ നമ്മളെ മേത്ത് തട്ടിയാൽ അവിടെ 7 പ്രാവശ്യം കുളിക്കുക. എന്നിട്ട് അതിൽ ഒരു പ്രാവശ്യം നല്ല മണ്ണ് കലക്കിയ വെള്ളത്തോട് കുളിക്കുക. അല്ലാതെ നായിനെ തൊട്ട് എഴുതിയാണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ.